ഞങ്ങളൊരു പ്രാവശ്യം ഡിസംബർ മാസത്തിൽ ഞങ്ങളിവിടെ ഹസ്ബൻഡിനെ കൂട്ടി ഇവിടെ വന്നായിരുന്നു. വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് പോയി. അതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതിൻ്റെ തലേ ദിവസത്തേക്കുള്ള കീമോയുടെ ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിൽ പോയി തിരിച്ചു വന്ന് അത് പഞ്ചറായി ഞങ്ങൾ രണ്ടുപേരും വീണു. ഞാൻ ഒരു പൂവെടുത്ത് വെച്ചതുപോലെയാണ് ഞാൻ വീണത്. എനിക്ക് യാതൊരു കുഴപ്പവും പറ്റിയില്ല. ഹസ്ബൻഡിൻ്റെ കാല് മുറിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഹാർട്ടിനും കിഡ്നിക്കൊക്കെ പ്രശ്നമുള്ള ആളാണ്. പെട്ടെന്ന് അവർ പാലായിൽ നിന്ന് കോട്ടയത്തിന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞു. അവരത് കുത്തിക്കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം അപ്പം പോലെ മഞ്ഞ കളറിൽ പഴുത്തിരുന്നു. ഡോക്ടർ അത് പിറ്റേ ദിവസം തൊട്ട് ചെത്തി കിണർ പോലെയായി. ഒരു മാസം കൊണ്ട് കിണർ പോലെയായി. വെയിനെല്ലാം പുറത്തായി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം ആയതേ ഉള്ളൂ. അന്നേരത്തേക്കിനാണ് ഇങ്ങനെ അപകടം ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സാമ്പത്തികമായിട്ട് 2 പേർക്കും വയ്യാത്ത കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്ക് അസ്ഥിയിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞു മുട്ടിന് അവിടം വെച്ച് മുറിച്ച് കളയണമെന്നാണ് അവർ പറഞ്ഞത്. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. പെട്ടെന്നൊരു അപകടം ഉണ്ടായി. പെട്ടെന്ന് മുട്ട് മുറിക്കുകയും ഞാൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുറത്തിറങ്ങി ഒരു പരിചയമൊന്നുമില്ല. ഞാൻ അടുക്കളയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് പുറത്തിറങ്ങാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എവിടെ പോയാലും പുള്ളിയുടെ കൂടെയാണ് പോവുകയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ മാതാവേ, കൃപാസന മാതാവേ, ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഉടമ്പടിയിൽ നിന്ന് എല്ലാവരും സാക്ഷിയൊക്കെ പറയുന്നു, എനിക്കും ഒരു സാക്ഷിയായി നിൽപ്പാൻ നീ എന്നെ നിർത്തുമോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, പഴുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പാലായിൽ നിന്ന് അവർ വീണ്ടും മെഡിക്കൽ കോളേജിന് വിടുകയും അവിടെ 1 മാസം കിടന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് പാലായി കൊണ്ടുവന്നു. അവിടെ 1 മാസം കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്ക് ഭയങ്കര വിറയൽ, തുള്ളൽപ്പന പോലെ അങ്ങ് ആയിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ രാമപുരത്തിന് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു, അമ്മേ, ഒത്തിരി അസുഖങ്ങളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് വൈകിട്ട് ഡോക്ടർമാരിവിടെ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, മെഡിക്കൽ കോളേജിന് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. കയ്യിൽ 10 പൈസ പോലും ഇല്ല. മുഴുവൻ പൈസയും തീർന്നു. ഞാൻ എന്ത് ചെയ്യണം? നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ കിസ്കോയിൽ അവിടെ അടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര 530 ഷുഗർ, 400 പ്രഷർ. അതാണ് ഇങ്ങനെ തുള്ളിക്കൊണ്ട് പുള്ളി നിൽക്കുന്ന വിറയലായിട്ട് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു. അത് ഞാൻ പെട്ടെന്ന് ഉഴവൂർക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടെ 1 മാസം കടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ 1 മാസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അസ്ഥിക്ക് പിടിച്ചു, കാല് മുറിക്കാതെ പറ്റില്ല, പത്തിയുടെ അവിടെ വെച്ച് കളയണമെന്നാണ് പറഞ്ഞത്. ഞാനാകെ വിഷമിച്ച് ദൈവമേ, മുറിച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവും, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചു. അന്നേരം പത്തനംതിട്ട കുളനടയിൽ ഷുഗറിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയാൽ കാല് മുറിക്കാതെ ചികിത്സിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയി. 5 പൈസ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ വേറൊരാളോട്, ഒരു സുഹൃത്തിനോട് പറഞ്ഞു. പെട്ടെന്ന് പുള്ളി വണ്ടി കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് കരച്ചില. എൻ്റെ കൈമുതലായിട്ട് കൃപാസന മാതാവിൻ്റെ പുസ്തകവും എണ്ണയും ഉപ്പും മാത്രമേ ഉള്ളൂ, പൈസയായിട്ടില്ല. ഞാൻ കണ്ണു അടച്ചൊരു പോക്ക് പോവുകയത്, ബാക്കി മാതാവേ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് നോക്കാമേ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ചികിത്സ തുടങ്ങി. അവിടുത്തെ ചികിത്സ കഴിഞ്ഞപ്പം ലാസ്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആൾക്കാരെ അറിയിച്ചോളാൻ പറഞ്ഞു. ഇനിയും പുള്ളി 3 മാസം അങ്ങേ അറ്റം അത്ര ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞില്ല. അവർക്ക് പരീക്ഷയാണ്. 2 പേര് നേഴ്സിംഗ് പഠിക്കുക, 3 ആൺകുട്ടികളാണ്. അവരെന്നോട് എങ്ങനെ പരീക്ഷ മുടങ്ങിപ്പോവും, കാരണം ഞാൻ കുഞ്ഞുങ്ങളെ അറിയിച്ചില്ല. വേദന ഉള്ളിലൊതുക്കി. സഹോദരങ്ങളൊന്നും അടുക്കുന്നില്ല. നമുക്കൊരു ക്ഷീണാവസ്ഥ വന്നു കഴിഞ്ഞപ്പം ആരും വിളിയില്ല, പറച്ചിലുമില്ല. അതുവരെ എല്ലാവരും കഞ്ഞി വെച്ചോ, കറി വെച്ചോ, കാപ്പ് കുടിച്ചോ, ഇന്ന് തന്നെ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ഡെയിലി ചോദിച്ചുകൊണ്ടിരുന്ന പെങ്ങന്മാർ പോലും ക്ഷീണാവസ്ഥ വന്നപ്പോൾ ആരും വിളിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഒറ്റയ്ക്കായ പോലെ എനിക്കൊരു തോന്നൽ. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച്, മാതാവേ, ഞാൻ ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല.
ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞ് തല്ലി അലച്ച് പ്രാർത്ഥിച്ച് ഞാനവിടെ നേരെ മെഡിക്കൽ കോളേജിന് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു മുറിക്കാൻ നിവർത്തിയില്ല, അമ്മ മുട്ടിനോടം വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞു. അന്നേരം പുള്ളിയുടെ സഹോദരങ്ങളെല്ലാം ഞാൻ വിളിച്ചു വരുത്തി. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം സഹായിച്ചില്ലെങ്കിൽ എൻ്റെ ഇച്ചായൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി അവരെന്നെ സഹായിക്കാൻ പറഞ്ഞു. ഒരു നോക്കാമെന്ന് പറഞ്ഞു. അവർ മുറിക്കണം പറയുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മുറിക്കാതെ എനിക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടണം, മുറിക്കരുത്. ഞാൻ വിശ്വാസപ്പാട് ചൊല്ലി പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പും എണ്ണയും കൊണ്ട് ഇച്ചായൻ്റെ കാലെ തേക്കും. അങ്ങനെ തേച്ച് ഇച്ചായനങ്ങ് വല്ലാതെയായി. ഞാൻ മരിച്ചു പോകുമായിരിക്കും എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറയില്ല ഇച്ചായ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും അവിടെ ചെന്ന് കൃപാസന മാതാവിൻ്റെ ഒരിക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇച്ചായന് ജീവൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇച്ചായന് വന്ന് പ്രാർത്ഥിച്ചോ. ഞാൻ എന്നാണേലും രാത്രിയായപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു. അവർ തിരുവനന്തപുരത്താണ്. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇച്ചായനെ കിട്ടണം, കാല് മുറിച്ചാലും ഇച്ചായൻ നഷ്ടപ്പെട്ടു പോകും, മുറിച്ചില്ലേലും നഷ്ടപ്പെട്ടു പോകും, അറ്റാക്ക് വരുമെന്നാണ് പറഞ്ഞത്, ബോധം കെടുത്താൻ പറ്റത്തില്ല, കാല് മുറിക്കാതിരിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം, ഇല്ലെങ്കിൽ എന്നെ കൂടെ ഈ കൂടെ കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞു. സഹോദരങ്ങൾ മുറിക്കെന്നും പറഞ്ഞു ഭയങ്കരമായിട്ടും എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവെ മുറിക്കാതെ എൻ്റെ ഇച്ചായനെ എനിക്ക് കിട്ടണം, മുറിച്ചാലും എൻ്റെ ഇച്ചായൻ ഈ ലോകത്തിൽ നിന്ന് പോകും എന്നുള്ളൊരു എനിക്ക് സഹിക്കാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് എനിക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള എൻ്റെ വിഷമം കൂടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞു. വെളുപ്പിനെ 3 മണിയായപ്പോൾ 2 വിരൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് നോക്കാം, അമ്മ പേടിക്കണ്ട, ഞാൻ ഒരാഴ്ചയും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. 2 വിരലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇച്ചാന് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്, ഒരു വക വാങ്ങിച്ച് തിന്നാൻ പോലുമുള്ള പൈസ എൻ്റെ കയ്യിലില്ല. എനിക്ക് ഇച്ചാൻ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് മാത്രമൊരു ചിന്തയുള്ളൂ. ഞാൻ നോക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ എന്നെ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇച്ചായനെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്തേ. ഇച്ചായനൊരു പോറൽ പോലും വെക്കരുതേ, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ ഇച്ചായന് എൻ്റെ കൂടെ വേണമെന്ന് ഒറ്റ ആഗ്രഹം എൻ്റെ മുമ്പിലുള്ളായിരുന്നു. ഞാൻ എങ്ങനെ തെണ്ടിയാൽ പോലും ഞാൻ എങ്ങനെയും എൻ്റെ ഇച്ചായന് ജീവൻ കൊടുക്കണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് എനിക്കറിയാവുന്നവരോടൊക്കെ പറഞ്ഞു. കുറേ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മരുന്ന് മേടിക്കാനൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാനൊരു തരത്തിൽ കൊണ്ടുവന്ന് മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ പെരുമാറിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഉറപ്പില്ലമ്മേ, സാധ്യതയുണ്ട്, അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, സഹോദരങ്ങളില്ല, ആരുമില്ല സഹായിക്കാൻ, എൻ്റെ സഹോദരങ്ങളുമില്ല, എൻ്റെ ഇച്ചാൻ്റെ സഹോദരങ്ങളും ഇല്ലല്ലോ, ഞാൻ എന്നാ ചെയ്യൂ? പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ാമത്തെ വിരൽ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചാന് യാതൊരു കുഴപ്പമില്ല. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ ദൈവമേ മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷി പറഞ്ഞോളാം, എനിക്ക് എൻ്റെ ഇച്ചായനെ ഇവിടെ കൊണ്ടുവരണം, ഇവിടെ കൊണ്ടു നിർത്തി എനിക്ക് സാക്ഷി പറയണോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കിവിടെ വരാനുള്ള വണ്ടിക്കൂലി സാഹചര്യങ്ങളും ഒന്നുമില്ല, സാധനങ്ങൾ മേടിക്കാനും ഒരു നിർവാഹവുമില്ല. ഞങ്ങളുടെ അടുത്ത് പലചരക്ക് കടയിൽ നിന്ന് ആ സഹോദരൻ ഞങ്ങൾക്ക് സാധനങ്ങൾ എന്തോരം മേടിച്ചു, പൈസ ഉള്ളപ്പോൾ മാത്രം തന്നാൽ മതിയെന്ന്. അതൊരു എനിക്കൊരു ആശ്വാസമായി. അവർ എൻ്റെ കൂടെ സഹോദരൻ്റെ ഭാര്യയും കൊച്ചും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. അവരുടെ ഒരു താങ്ങ് എനിക്കുണ്ട്. അപ്പോൾ പട്ടിണി കിടക്കുകയല്ലെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ മരുന്നിനുള്ള പൈസ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിയാവുന്ന സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞു. അവർ 1-2 പ്രാവശ്യം മരുന്ന് മേടിക്കാനുള്ള പൈസ 4,000 രൂപ വേണം മരുന്ന് മേടിക്കാൻ. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. എപ്പോഴും എങ്ങനെയാണ് വല്ലവരോടും ചോദിക്കുന്നത്, ദൈവമേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണം മാതാവേ, എന്നെ കണ്ട ആരും 10 പൈസ ഞാൻ ചോദിച്ചാൽ തരികയില്ല, ഞാൻ ക്യാൻസർ രോഗിയാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നവരൊക്കെ പറയുന്നേ ഡോക്ടർക്ക് തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൃപാസന മാതാവാണ് എന്നെ വഴി നടത്തുന്നത്. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം ഇരുന്നുള്ളൂ. 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇച്ചായനെ നോക്കി ഉറക്കം ഉറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല. 4 മാസം വീട്ടിലൊന്ന് ചെന്ന് എൻ്റെ ക്ഷീണം തീർത്ത് ഒരു ദിവസം മുഴുവൻ എനിക്ക് കിടന്നുറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാതെ ഭക്ഷണം കഴിക്കണമെന്ന് പോലും എനിക്കില്ലായിരുന്നു. അതുപോലെ എനിക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. ഇച്ചാൻ 2 പ്രാവശ്യം തുള്ളൽ ഇൻഫെക്ഷനായിട്ട് കട്ടിലിൽ നിന്ന് താഴെ പോയി. ഞാൻ നിലത്ത് ആശുപത്രി കിടന്നത് പാവിരിച്ച് എൻ്റെ ദേഹത്താണ് വന്ന് വീണേ. അതുകൊണ്ട് ഇച്ചാന് കാലോ കയ്യോ ഒന്നും ഒടിയാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ
ഇങ്ങനെ ഇൻഫെക്ഷനാ, ഇങ്ങനെ തുള്ളപ്പനി പോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്നതാ ഇച്ചന് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ മൊത്തം ബോഡി ക്ഷയിച്ചിരിക്കുകയാണ്, ഞരമ്പിന് തളർച്ച ബാധിച്ചു, മസിലെല്ലാം അലുത്തുപോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ അച്ഛൻ്റെ ഒരിക്കൽ കൊണ്ടുപോയി എനിക്കൊന്ന് പ്രാർത്ഥിപ്പിക്കണം, അച്ഛനൊന്ന് തൊട്ടാൽ മതി, എൻ്റെ ഇച്ചായൻ്റെ രോഗം സൗഖ്യം കിട്ടും. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ വണ്ടുകൂലിക്ക് പോലും എനിക്ക് നിർവാഹമില്ലാത്ത സ്ഥിതിയിലേക്കാണ് ഞാൻ വന്നത്. ദൈവം അവിടെയും എന്നെ വഴി നടത്തി ഇവിടെ വരാൻ സാധിച്ചു. എനിക്കിവിടെ ഒന്ന് കൊണ്ട് നിർത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു, അതെനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പ്രേക്ഷിത വേല ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ആരോഗ്യം മോശം, ഇച്ചായനെ ഇട്ടേച്ച് എനിക്കങ്ങ് പോകാനും പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, മാതാവേ എനിക്കൊരു പ്രേക്ഷിത വേല ചെയ്യണം, അതെങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അങ്കമാലിയിൽ നിന്നൊരു സഹോദരൻ ഇവിടെ കൃപാസന പത്രം കിട്ടി വന്നതാണ്. ആ പത്രം കിട്ടിയ സഹോദരൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സിസ്റ്റർമാർ താമസിക്കാൻ സൗകര്യം കൊടുത്തു. ഒത്തിരി ദിവസം താമസിക്കാനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് അവർ വളരെ വിഷമിച്ചു. 3 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയുണ്ട്. പുള്ളി എങ്ങനെയാണോ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അവർ വാടക വീടുണ്ടായിരുന്നു, അതൊക്കെ പൂട്ടി വാടക വീട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിച്ച് അവർ ഗത്യന്തരമില്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് കൃപാസനത്തിൽ പത്രം കിട്ടി വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു പോയി. 5 രൂപ മാത്രമേ ലാസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് ഇവിടെ ഫ്രണ്ടിൽ ആരാണ്ട് ചായക്കടയിൽ നിന്ന് 1/2 ഗ്ലാസ് ചായ 3 മാസം പ്രായമുള്ള കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ചെന്ന് ചോദിച്ചു. അപ്പോൾ 5 രൂപയ്ക്ക് എങ്ങനെ ചായ, എന്ത് പറ്റിയെന്ന കടക്കാരത്തി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു. അവർ 1 ഗ്ലാസ് പാലും കാപ്പി ആ 3 മാസം പ്രായമുള്ള കൊച്ചിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തു. ബാക്കി അപ്പനും മക്കളും എല്ലാം ഇവിടെ പട്ടിണിയാണ്, വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. ഇതറിഞ്ഞൊരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞ്, ഞാൻ പറഞ്ഞു അവരോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാൻ പറഞ്ഞു. അവരെൻ്റെ വീട്ടിലേക്ക് വന്നു, വണ്ടിക്കൂലിക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്തു വന്നു. അവിടെ വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ സണ്ണി ബ്രദർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചേച്ച് അച്ഛനെ കാണാൻ പറ്റിയില്ല. ബ്രദർ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്, ജോലി, താമസ സൗകര്യം എല്ലാം ഒരുങ്ങുമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അന്വേഷിച്ച് അവർക്ക് വീട് ഒരുങ്ങി, ആ മനുഷ്യന് ജോലി ഒരുങ്ങി, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു മൂത്ത കുട്ടി 2ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി 1ലുമായിരുന്നു. അവരെ പഠിപ്പിക്കാൻ സ്കൂളിലുമൊക്കെ അയക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടി. വീട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു സകല സാധനങ്ങളും മേടിക്കണം, എനിക്കാണെങ്കിൽ നിവർത്തിയില്ല എല്ലാ കൂട്ടവും മേടിച്ചു കൊടുക്കാൻ. ഓരോരുത്തരോട് ഞാൻ പറഞ്ഞു, ഒരു കൂട്ടുകാരത്തോട് പറഞ്ഞു 2 പാ മേടിക്കേ, വേറൊരു കൂട്ടുകാരത്തോട് പറഞ്ഞ് നീ ഒരു കറക്കത്തി 4 പ്ലേറ്റും 1 ഗ്ലാസും മേടിക്കേ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു ഒരു കഞ്ഞിക്കല്ല്, ഒരു താവി, ഒരടുപ്പും അടപ്പും മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പലരെ കൊണ്ട് ഞാൻ മേടിപ്പിച്ച് അവർക്കൊരു വാടക വീട് ഒരുങ്ങി അവിടെ കൊണ്ട് ഞാൻ താമസിപ്പിച്ചു. കഴിഞ്ഞ 14-ാം തീയതി ഞായറാഴ്ച കൊണ്ട് താമസിപ്പിച്ച് അങ്ങനെ ഒരു പ്രേക്ഷിത വേല എന്നെക്കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാനൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചു. എൻ്റെ വണ്ടി പഞ്ചറായി, ഞങ്ങൾ 2 വീണ്ടും കഴിഞ്ഞ് എങ്ങനെയാണെന്നറിയില്ല, ഞാൻ വീണ്ടും അത് മുറുക്കി കൊണ്ടുപോയി ഓടിച്ചു കൊണ്ടുവന്നേച്ച് തിരിച്ചു കൊണ്ടുവച്ച് എൻ്റെ അയൽവക്കത്ത് ശല്യം ചെയ്യുന്ന വ്യക്തികളുണ്ടായിരുന്നു. അവരാണെന്ന് എനിക്ക് തോന്നുന്നത് അത് വീണ്ടും അയച്ചു വെച്ചു, ടയർ അയച്ചു വെച്ച് ഞാൻ വീണ്ടും അതും കൊണ്ട് പോയി ഉരുണ്ട് വീണു. അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതെന്താണ് ഇങ്ങനെ, ഞാനിതുപോലെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ ശല്യം ഒഴിവായി പോകുന്നില്ലല്ലോ, എനിക്കൊരു വണ്ടി പുതിയത് മേടിക്കണം. മാതാവേ 10 പൈസ പോലും എൻ്റെ കയ്യിലില്ല, എനിക്കതൊരു സാഹചര്യം ഒരുക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുള്ളിയുടെ കൂട്ടുകാരൻ കാനഡയിലുണ്ടായിരുന്നു. വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഒരു 20,000 രൂപ അയച്ചു തന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഒരു വണ്ടി എടുക്കണം, ഒരു 15 രൂപ അതിൽ കൂടുതൽ ഒട്ടും ആകരുത്. ഞാൻ ചെന്ന് തിരക്കിയെടുത്തല്ല 25 രൂപ, 23 രൂപ, 35, 70 ഒക്കെയാണ് പറയുന്നത്. മാതാവിൻ്റെ കാപ്പാട കളറിൽ എനിക്കൊരു വണ്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് 10 പൈസ പോലും ഇല്ല, ഇങ്ങനെ ഇരിക്കുക. മരുന്ന് മേടിക്കാൻ പോലും നിവർത്തിയില്ല. ഈ സന്ദർഭം ആഹാരം കഴിക്കാൻ പോലും സത്യം പറഞ്ഞാൽ നിവർത്തിയില്ല. ആ സഹോദരൻ്റെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ തരുന്ന കാരണം ഞങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നു. അങ്ങനെ ഉള്ളപ്പോൾ കൊടുത്താൽ മതി, കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് അങ്ങനെ ഒരു ആശ്വാസമാക്ക് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് വെച്ച് ഓടിച്ചെന്ന് എല്ലാ കൂട്ടവും മേടിക്കുകയില്ല. നിവർത്തിയില്ലാതെ വരുമ്പോൾ മാത്രമേ ചെന്ന് മേടിക്കാറുള്ളൂ.
അവർ ഞാൻ ആ പുള്ളിയോടും പറഞ്ഞു എനിക്കൊരു വണ്ടി വേണം, 200 രൂപ വേണം വഴിയിൽ നിന്ന് വീട് വരെ വരാൻ. ഡെയിലി 200 രൂപ മുടക്കാൻ പറ്റുകയില്ല. ഇച്ചേനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോകുമ്പോഴും ഓട്ടോറിക്ഷ പിടിച്ച് റോഡിൽ ചെന്നതിൻ്റെ ശേഷം വേണം പോകാൻ. വണ്ടി കിട്ടാൻ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല വണ്ടി മേടിക്കുന്നു. 15 രൂപ പറഞ്ഞെടുത്ത് 14 രൂപയ്ക്ക് ഒരു പെയിൻറ്റ് പോലും പോകാത്ത നീല കളറിലുള്ളൊരു വണ്ടി എനിക്ക് മേടിക്കാൻ സാധിച്ച്. അതും മാതാവ് എനിക്ക് തന്നതാണ്. ഞാനത് കാണുമ്പോഴെല്ലാം ഞാൻ മാതാവിനെ ഓർക്കും. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഹിന്ദു സഹോദരൻ്റെ സാക്ഷ്യം കേട്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. സഹോദരൻ ഇങ്ങനെ ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ അനുഗ്രഹം പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഒരു സുഗന്ധം മണമൊന്നും എനിക്ക് കിട്ടുന്നില്ല, കാണാനും സാധിച്ചില്ല. എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണോ മാതാവേ? എനിക്കിത് കാണാനോ കേൾക്കാനോ സാധിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് എന്നെ കുറവ് കൊണ്ടാണ്? എന്തെങ്കിലും കുറവാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും ഇച്ചായനും കൂടെ ആ സാക്ഷി കേട്ട് ഒരു 2 മണിയായിട്ട് പിറ്റേ ദിവസം ആ 2 മണി സമയത്ത് ഇച്ചായനിരുന്ന സ്ഥലത്ത് മുഴുവനും സുഗന്ധം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇച്ചായൻ എന്നോട് പറഞ്ഞു, ഇവിടെ വല്ലൊരു സ്പ്രേ അടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല, അതിനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആരാ സ്പ്രേ അടിക്കുന്നത്? ഇവിടെ ആരും സ്പ്രേ അടിച്ചില്ലെന്ന് പറഞ്ഞ്. ഇരുന്ന സ്ഥലം മുഴുവൻ നല്ല സ്മെല്ലായിരുന്നു. ഞാൻ പോയി ഇച്ചായൻ്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്കിനും ഇച്ചായൻ പറഞ്ഞു, മാതാവിൻ്റെ ഇരിക്കുന്ന. അപ്പം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് വന്ന് ആ സഹോദരനും ഭാര്യയും ഒക്കെ എൻ്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മാതാവിൻ്റെ അവിടുന്ന് കിട്ടുന്ന മണമാണ്, അത് നല്ലൊരു വാസനയാണ്, ഇത് മാതാവ് ഇവിടെ വന്നതാ, ഇച്ചായനെ സുഖപ്പെടുത്താൻ വന്നതാ എന്ന് പറഞ്ഞ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരു കുപ്പി സ്പ്രേ ആ മുറിക്കകത്ത് അടിക്കുന്ന അതേ സ്മെല്ലായിരുന്നു ആ മുറി നിറച്ചു. എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ആ മണം ശ്വസിക്കുമ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ഇച്ചായൻ്റെ അസുഖം മാറ്റി കൊടുക്കണേ, പൂർണ്ണ ആരോഗ്യമുള്ളവനായിട്ട് ഇരിക്കണേ, എൻ്റെ രോഗവും മാറ്റിത്തരണം, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ, അവർ പഠിത്തം പൂർത്തിയാക്കി കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. എന്നാണേലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മാതാവും തിരുക്കുമാരൻ ഈശോയും എന്നെ അനുഗ്രഹിച്ച്, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച്, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് കിട്ടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. മരുന്ന് മുടങ്ങാതെ മുമ്പോട്ട് പോകാനും എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. മാതാവിന് നന്ദി, സ്തുതി. 71-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: കർത്താവേ, അങ്ങാണെൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതലേ അങ്ങിലാണ് ഞാൻ ആശ്രയം വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും അഭിഷേകവും ഉണ്ടാകുമെന്ന് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻപിൽ റിൻസി സെബാസ്റ്റ്യൻ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ അസുഖവും തനിക്കുണ്ടായിരുന്ന ക്യാൻസർ എന്ന അസുഖവും അതുപോലെ തന്നെ തങ്ങൾക്ക് ഒരു വാഹനം വാങ്ങിക്കണമെന്ന ആഗ്രഹവും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ചവെച്ചതായിട്ട്, അതിനു വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. എന്താണ് പരിശുദ്ധ അമ്മ ഈ സഹോദരിക്ക് നൽകിയതെന്നും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ടതെന്നും ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയുടെ മുൻപിൽ സാക്ഷ്യങ്ങൾ നൽകുവാനായിട്ട് ഓരോ വ്യക്തികളുമായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഴമായിട്ട് ലഭിച്ച ബോധ്യങ്ങളാണ് അവർ ഇവിടെ പങ്കുവെക്കുക. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയ അനുഭവവും അഭിഷേകവുമാണ് അവർ നമ്മളുടെ മുൻപിൽ പങ്കുവെക്കുന്നത്. ഈ സഹോദരിയും നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. എങ്ങനെയാണ് വേദനയിലായിരിക്കുമ്പോഴും ഒരു കുടുംബത്തെ സഹായിക്കുവാനായിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടും ഈ സഹോദരിക്ക് സാധിച്ചത്. തനിക്ക് സാധിക്കാത്തത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചു കൊടുത്തെങ്കിലും ഒരു കുടുംബത്തെ സഹായിക്കണമെന്ന് ഈ സഹോദരിക്ക് വലിയ ബോധ്യമുണ്ടാകുകയാണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഉടമ്പടി എന്ന് പറയുന്നത് അത് കുറച്ച് പ്രാർത്ഥനകളുടെ ചൊല്ലിക്കൂട്ടലുകളല്ല, മറിച്ച് അതൊരു ജീവിത രീതിയാണ്, പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഈ സഹോദരൻ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പങ്കുവെച്ചു, ഒരു കുടുംബത്തെ സഹായിക്കുവാനായിട്ട് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ താൻ ശ്രമിച്ചു എന്ന്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എങ്ങനെയാണ് ഇടപെടുന്നതെന്ന്. പരിശുദ്ധ അമ്മ ജീവനോടുകൂടി ഈ സഹോദരങ്ങളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട്, സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് ഈ സഹോദരങ്ങളെ അനുഗ്രഹിച്ചതായിട്ട് ഇവിടെ ജീവിത സാക്ഷ്യത്തിൽ നമുക്ക് കണ്ടു. നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ദൈവപിതാവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തിന് നന്ദി പറയാം.